അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം, ദാദാഭായ് നവറോജി ഡ്രെയിൻ തിയറി. ഇനി അതിന്റെ കാരണങ്ങളായിട്ട് അദ്ദേഹം ആ തിയറിയിൽ അവതരിപ്പിച്ച 4 കാരണങ്ങളാണ്: എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്, സാലറി ആൻഡ് പെൻഷൻ ടു ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദ സെയിൽ ഓഫ് ബ്രിട്ടീഷ് പ്രൊഡക്ട്സ്, ടാക്സ് ഫ്രം ഇന്ത്യ. ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് എങ്ങനെയാണ് ഇന്ത്യയിലത്തെ വെൽത്ത്, ഇന്ത്യയിലത്തെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകിയത്, ഡ്രെയിൻ ആയി പോയത്. അതിന് ഈ 4 കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്: അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയ ശമ്പളവും പെൻഷനും, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിച്ചത്, അതുവഴി ലഭിച്ച ലാഭം, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി. ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് അതിലുള്ളത്. കയറ്റുമതി, ശമ്പളം, ലാഭം, നികുതി. ഈ 4 കാര്യങ്ങളാണ്. എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്, എക്സ്പോർട്ട്, സാലറി, പ്രോഫിറ്റ്, ടാക്സ്. 4 പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടാ. എക്സ്പോർട്ട്, സാലറി, പ്രോഫിറ്റ്, ടാക്സ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ്. ഈ 4 മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യൻ വെൽത്ത് ഡ്രെയിൻ ആയിക്കൊണ്ടിരുന്നത്. അടുത്തത് സാമ്പത്തിക ദേശീയത. സാമ്പത്തിക ദേശീയത, ഇക്കണോമിക് നാഷണലിസം. ഇക്കണോമിക് നാഷണലിസം, സാമ്പത്തിക ദേശീയത. ദേശീയത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാജ്യം, ആ ഒരു ഐക്യബോധം, സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആസ് എ വൺ നേഷൻ. ആ ഒരു ഐക്യത്തിനെയാണ് ദേശീയ. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ എല്ലാവർക്കും ഇന്ത്യ ഏത് പ്രദേശത്തുള്ള ആളായാലും ഏത് ഭാഷയും ഏത് സംസ്കാരമായാലും ഇന്ത്യക്കാരനാണ് എന്നുള്ള ഒരു ഐക്യബോധം എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ട്. അതിനെയാണ് ദേശീയത എന്ന് പറയാം, നാഷണലിസം എന്ന് പറയാം. അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ വികാരമാണ് ദേശീയതയ്ക്ക് ആക്കം കൂട്ടിയത്. ഈ ഇന്ത്യൻ ദേശീയത രൂപപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പൊ അതിനെ സാമ്പത്തിക ദേശീയത എന്ന് വിളിക്കാറുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുള്ള ദേശത്തിന്റെ കാരണം എന്താ? നമ്മളെ സമ്പത്ത് അവർ ചൂഷണം ചെയ്തതാണ്. അപ്പൊ ആ സമ്പത്തിന്റെ പേരിലുണ്ടായ ദേശീയത എന്താ? സാമ്പത്തിക ദേശീയത. അത്രയുള്ള ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. ബ്രിട്ടീഷുകാർ നമ്മളെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ടാണ് അവരോട് ദേഷ്യം തോന്നിയത്. അപ്പോഴാണ് നാഷണലിസം ഉണ്ടായത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇതിനെ പറയാം തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇത്തരത്തിൽ വളർന്നു വന്ന ദേശീയതയാണ് സാമ്പത്തിക ദേശീയത. തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇത്തരത്തിൽ വളർന്നു വന്ന ദേശീയതയാണ് സാമ്പത്തിക ദേശീയത. The common people realized, സാധാരണക്കാര് റിയലൈസ്ഡ്, എന്താ റിയലൈസ്ഡ്? തിരിച്ചറിഞ്ഞു അല്ലെ? സാധാരണക്കാര് തിരിച്ചറിഞ്ഞു. The common people realized, സാധാരണക്കാര് തിരിച്ചറിഞ്ഞു that the poverty and exploitation, ദാരിദ്ര്യവും ചൂഷണവും was the creation of the British, ബ്രിട്ടീഷുകാരുടെ ക്രിയേഷൻ ആണ്, സൃഷ്ടിയാണ് എന്നവര് റിയലൈസ്ഡ്, തിരിച്ചറിഞ്ഞു. The common people realized that poverty and exploitation was the creation of the British. അവിടെ they faced had been the creation of the British എന്നുള്ളടത്ത് വാസ് വെച്ചാലും ഓക്കെയാണ്, മീനിങ്ങിൽ മാറ്റമൊന്നുമില്ല. ചെറുതാക്കണമെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മതി, ഇല്ല ടെക്സ്റ്റുള്ള പോലെ പഠിക്കാം, പറ്റാവുന്നവർ അങ്ങനെ പഠിച്ചാൽ, അല്ലെങ്കിൽ അവിടെ വാസ് വെച്ചിട്ട് എക്സ്പ്ലോയിറ്റേഷൻ കഴിഞ്ഞ് വാസ് വെച്ചിട്ട് ക്രിയേഷൻ പറഞ്ഞാലും മതി. The common people realized that the poverty and exploitation was the creation of the British. It reinforced എന്ന് പറഞ്ഞാൽ ശക്തമാക്കി എന്നർത്ഥം. അപ്പൊ അതിന് പകരം അവിടെ സ്ട്രെങ്തൻഡ് എന്ന് യൂസ് ചെയ്താലും മതി. സ്ട്രെങ്തൻഡ് എല്ലാവർക്കും അറിയുന്ന വേർഡല്ലേ? അപ്പൊ അവിടെ റീഇൻഫോഴ്സ്ഡ് എന്നുള്ളത് സ്ട്രെങ്തൻഡ് എന്നായിക്കോ. ഇറ്റ് സ്ട്രെങ്തൻഡ് ആന്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്, ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ്. അത് ആന്റി ബ്രിട്ടീഷ് ഫീലിംഗിനെ, അതായത് ബ്രിട്ടീഷുകാർക്ക് എതിരായ ആ വികാരത്തെ ശക്തമാക്കി. ദിസ് കൈൻഡ് ഓഫ് നാഷണലിസം is known as economic nationalism. ഇതാണ് economic, this is termed as economic nationalism എന്നൊക്കെ പറയാം, അല്ലെ this is known as economic nationalism എന്ന് പറയാം. അപ്പൊ എന്താണ് കാരണം എന്നുള്ള അവിടെ പറയാം. എന്താ കാരണം?
എന്ത് കാരണം? ദാരിദ്ര്യവും ചൂഷണവും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണ് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്കെതിരെയുള്ള ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമായി. ഇങ്ങനെ ഉണ്ടായ ദേശീയതയാണ് സാമ്പത്തിക ദേശീയത. The common people realized that the poverty and exploitation was the creation of the British. It strengthened the anti-British feeling. This is known as economic nationalism. അതുകൊണ്ടാണ് ഇതിനെ economic nationalism എന്ന് പറയുന്നത്. മനസ്സിലായ? ഓക്കെ. അടുത്തത് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി മൂവ്മെന്റ്. സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞാലേ ആ പേരിൽ തന്നെ ഉണ്ട്. സ്വദേശി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വദേശി വിദേശി എന്നർത്ഥം. സ്വന്തം നാട്ടിലുള്ളത് വിദേശിയോ? പുറം നാട്ടിലത്തെ. സ്വദേശി വിദേശി. അപ്പൊ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ സ്വദേശി. ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിദേശി. ഫോറിനും ലോക്കലും ഇൻഡിജീനസ്. ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഇൻഡിജീനസ് പ്രൊഡക്ട്സ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊക്കെ ഫോറിൻ പ്രൊഡക്ട്സ്, ഫോറിൻ ഗുഡ്സ്. ഇൻഡിജീനസ് ആൻഡ് ഫോറിൻ ഓപ്പോസിറ്റ് വേർഡാണ്. ഇൻഡിജീനസ് നമ്മുടെ നാട്ടിലുള്ളത് സ്വദേശി. ഫോറിൻ എന്ന് പറഞ്ഞാലോ? വിദേശത്തുള്ളത്. അപ്പോ അതിന്റെ പോയിന്റ്സ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. ഇത് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. ഇത് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. Boycott of foreign goods, consuming Indian products, rejuvenated Indian industry. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്ക് മീനിങ് എന്താ? ബോയ്ക്കോട്ട് ബഹിഷ്കരിക്കാൻ എന്താ അർത്ഥം? സ്റ്റോപ്പ് യൂസിങ്. നിരോധിക്കാന്നല്ല ശരിക്ക്. നിരോധിക്കാന്ന് പറഞ്ഞാലേ ഇപ്പൊ നമുക്കൊരു കാര്യം ബോയ്ക്കോട്ട് ചെയ്യാം, നമുക്കൊരു കാര്യം ബഹിഷ്കരിക്കാൻ പറ്റും. നിരോധിക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പൊ നമുക്കേ മദ്യം എന്നുള്ളത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മദ്യം, ലിക്കർ. ഒരുപാട് യുവാക്കൾ നശിക്കുന്നു, ഒരുപാട് വ്യക്തികൾ നശിക്കുന്നു, കുടുംബങ്ങൾ നശിക്കുന്നു, അല്ലെ? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കൊലപാതകങ്ങളും മോഷണങ്ങളും എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ഒരു മൂല കാരണമാണ് എന്ത്? മദ്യം, അല്ലെ? ഒരാള് മദ്യപാനി ആയാൽ പിന്നെ അയാൾ എന്തായി? നശിച്ചു. അയാളുടെ ജീവിതവും നശിച്ചു, കുടുംബവും നശിച്ചു, ആരോഗ്യം നശിച്ചു, ആ വ്യക്തി മൊത്തത്തിൽ നശിച്ചു. അപ്പൊ അത്രയും മോശമായിട്ടുള്ള ദുഷിച്ചൊരു സാധനമാണ് മദ്യം എന്ന് പറയുന്നത്. പക്ഷെ അത് നിരോധിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളെ കൊണ്ട് നിരോധിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ബോയ്ക്കോട്ട് ചെയ്യാൻ പറ്റും, ബഹിഷ്കരിക്കാൻ പറ്റും. അപ്പൊ എന്താ വ്യത്യാസം? നിരോധിക്കുക എന്ന് പറഞ്ഞാലും ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാലും വ്യത്യാസം മനസ്സിലായ? മറ്റേത് ബാൻ ചെയ്യാം, അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമുക്ക് ഒരു സാധനവും നിരോധിക്കാൻ പറ്റില്ല. ബോയ്ക്കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാൻ ചെയ്യാൻ പറ്റില്ല. ബോയ്ക്കോട്ട് ചെയ്യാൻ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട, നമ്മൾ സ്റ്റോപ്പ് യൂസിങ്. വി ഷുഡ് സ്റ്റോപ്പ് യൂസിങ്. നമ്മളത് സ്റ്റോപ്പ് ചെയ്താൽ, ആ സംഭവം ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്താൽ ബോയ്ക്കോട്ടായി. അതെല്ലാം നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്ട്സ് അന്ന് ഇന്ത്യക്കാർക്ക് നിരോധിക്കാൻ പറ്റുമോ? നിരോധിക്കാൻ എന്താ അർത്ഥം? പിന്നെ ഇവിടെ വിൽക്കാൻ പാടില്ല. ഇപ്പൊ മദ്യം നിരോധിച്ചു എന്ന് കരുതുക, അപ്പൊ മദ്യം വിൽക്കാൻ പാടില്ല. അപ്പോ അത് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ ബോയ്ക്കോട്ടിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് ബോയ്ക്കോട്ട്. ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിരോധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കറക്റ്റ് മീനിങ് ഇതാ വരേണ്ടത്. നമ്മൾ സ്റ്റോപ്പ് യൂസിങ്, വി ഷുഡ് സ്റ്റോപ്പ് യൂസിങ്. നമ്മൾ ഉപയോഗിക്കുന്നത് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യാം. അപ്പോ ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് കൺസ്യൂമിങ് ഇന്ത്യൻ പ്രൊഡക്ട്സ്.
റിജുവനേറ്റഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഇതാണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഫോറിൻ ഗുഡ്സ് ഒക്കെ ഉപയോഗിക്കൽ നിർത്തി, പിന്നെ ഇന്ത്യൻ സാധനങ്ങൾ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ റീജുവനേറ്റഡ്, പുതുജീവൻ കിട്ടി. റീജുവനേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? പുതുജീവൻ, അതായത് ഉയർത്തെഴുന്നേൽക്കുക, വീണ്ടും ശക്തമാവാന്നൊക്കെ അർത്ഥം. റീജുവനേറ്റഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി. അപ്പൊ ഇന്ത്യൻ വ്യവസായം ബ്രിട്ടീഷുകാർ വന്നോട് കൂടിയിട്ട് ഇന്ത്യൻ വ്യവസായങ്ങളൊക്കെ തകർന്നുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചില്ലേ, പരമ്പരാഗത വ്യവസായങ്ങൾ തകർച്ചയൊക്കെ പഠിച്ചില്ലേ? ബ്രിട്ടീഷുകാർ വന്നപ്പോ തകർന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ സ്വദേശി മൂവ്മെന്റ് തുടങ്ങിയപ്പോ ഇന്ത്യൻ ഇൻഡസ്ട്രി ഒക്കെ റീജുവനേറ്റഡ് ആയി. ഇനി മെനി ഇന്ത്യൻ കമ്പനീസ്, ന്യൂ ഇന്ത്യൻ കമ്പനീസ് വർ എസ്റ്റാബ്ലിഷ്ഡ്. കുറെ പുതിയ ഇന്ത്യൻ കമ്പനികൾ ആരംഭിച്ചു. പുതിയ ഇന്ത്യൻ കമ്പനികൾ കുറെ ആരംഭിച്ചു. ടാറ്റ കമ്പനിയൊക്കെ അന്ന് തുടങ്ങിയതാണ്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ വലിയ കുറവുണ്ടായി. എന്താ? ബ്രിട്ടീഷുകാർ അതുവരെ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ തന്നെ ഇറക്കുമതി ചെയ്തുകൊണ്ട് എപ്പോഴാണ് കുറഞ്ഞത്? സ്വദേശി മൂവ്മെന്റിന്റെ കാലത്ത് ഇമ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് വെൻ ഡൗൺ. ഇമ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് വെൻ ഡൗൺ. വെൻ ഡൗൺ എന്താ അർത്ഥം? വെൻ ഡൗൺ, കുറഞ്ഞു. വെൻ ഡൗൺ, താഴേക്ക് പോയി. അടുത്ത പോയിന്റ്സ്, സ്ത്രീകള്, തൊഴിലാളികള്, വിദ്യാർത്ഥികൾ, ഇവരൊക്കെ പങ്കെടുത്തു, ഈ സ്വദേശി മൂവ്മെന്റിൽ പങ്കെടുത്തു. വിമൺ, ലേബറേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ്. വിമൺ, ലേബറേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ്. ഇവരിതിൽ പങ്കെടുത്തു. പിന്നെ വാഷർമെൻ, എവോ. വാഷർമെൻ സ്വാർ. സ്വാർ എന്താ അർത്ഥം? സ്വാർ, വാഷർമെൻ സ്വാർ എന്താ അർത്ഥം? സ്വാർ, പ്രതിജ്ഞയെടുത്തു. വാഷർമെൻ സ്വാർ, ഇവര് പ്രതിജ്ഞയെടുത്തു. അലക്കുകാർ പ്രതിജ്ഞയെടുത്തു. വാഷർമെൻ സ്വാർ. വിദേശ വസ്ത്രങ്ങൾ അലക്കില്ലെന്ന് അലക്കുകാർ പ്രതിജ്ഞയെടുത്തു. അതുപോലെ പുരോഹിതന്മാര് പ്രതിജ്ഞയെടുത്തു. വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. പ്രീസ്റ്റ് സ്വാർ, പ്രീസ്റ്റ് സ്വാർ, they would not perform prayers using foreign items. ഫോറിൻ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് പ്രയർ നടത്തില്ല എന്നുള്ളത് പ്രീസ്റ്റുകളും പ്രതിജ്ഞയെടുത്തു. വുമൺ ബോയ്ക്കോട്ടഡ് ഫോറിൻ ബാംഗിൾസ് ആൻഡ് യൂട്ടൻസിൽസ്. സ്ത്രീകള് വിദേശ വളകളും പാത്രങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. വിദ്യാർത്ഥികൾ സ്കൂളുകൾ ബഹിഷ്കരിച്ചു. സ്റ്റുഡൻസ് ക്വിറ്റ് സ്കൂൾസ്. അപ്പൊ ഈ പോയിന്റ്സുകളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഈ പോയിന്റ്സുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. PDF ഞാൻ ഇട്ട് തരുന്നുണ്ട്. ഇത്ര 9 പോയിന്റ്സ് ഉള്ളത്. ഫസ്റ്റ് പോയിന്റ് ബോയ്ക്കോട്ട്, കൺസ്യൂം. അതിന്റെ പോയിന്റ്സ് 9 പോയിന്റ്സ് ഉള്ളത്. ഒന്ന് ബഹിഷ്കരിക്കുക, ഉപയോഗിക്കുക. എന്താ ബഹിഷ്കരിക്കേണ്ടത്? Foreign goods. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാം, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഇതാണ് സ്വദേശി പ്രസ്ഥാനം. അപ്പൊ പുതുജീവൻ. എന്തിനാ പുതുജീവൻ കിട്ടിയത്? ഇന്ത്യൻ വ്യവസായത്തിന്, ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് പുതുജീവൻ കിട്ടി. കമ്പനികൾ ഏത് കമ്പനിയാ? ധാരാളം ഇന്ത്യൻ കമ്പനി, പുതിയ ഇന്ത്യൻ കമ്പനികൾ, ന്യൂ ഇന്ത്യൻ കമ്പനീസ് എസ്റ്റാബ്ലിഷ്. ഇറക്കുമതി എന്താ? Import of British ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കുറവുകളുണ്ടായി. വെൻ ഡൗൺ. ബ്രിട്ടീഷ് ഇമ്പോർട്ട് വെൻ ഡൗൺ ആയി. ബ്രിട്ടീഷുകാരുടെ ഇറക്കുമതി ഒക്കെ കുറഞ്ഞു. സ്ത്രീകൾ, Women, laborer and students. കുട്ടികളും പങ്കെടുത്തു. വിമൻ, ലേബറേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ്. വിദ്യാർത്ഥികളും പങ്കെടുത്തു. അലക്കുകാർ എന്ത് ചെയ്ത്? വാഷർമെൻ. വിദേശ വസ്ത്രങ്ങൾ അലക്കില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. പൂജാരികൾ എന്താ ചെയ്ത്? പൂജാരികളെ പ്രതിജ്ഞയെടുത്തു. അവര് വിദേശ ഉൽപ്പന്നങ്ങൾ, വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ ചെയ്യില്ലെന്ന്. പാത്രങ്ങള് എന്താ? വളകളും പാത്രങ്ങളും സ്ത്രീകളും ബഹിഷ്കരിച്ചു. പിന്നെ സ്കൂളുകള്, Students quit school to take. വിദ്യാർത്ഥികൾ സ്കൂളുകൾ ബഹിഷ്കരിച്ചു. ഓക്കെ. ബോയ്ക്കോട്ട്. ബോയ്ക്കോട്ട് എന്നുള്ളത് ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ് ആൻഡ് കൺസ്യൂം ഇന്ത്യൻ പ്രൊഡക്ട്സ്. റിജുവനേറ്റഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി. New companies, new Indian companies were established. Import of British went down. Women, laborers and students participated. Washermen swore that they would not wash foreign clothes. Priests swore that they would not perform prayers using foreign items. Women boycotted foreign utensils and bangles. Students quit schools. Lal Bal Pal. ലാൽ ബാൽ പാൽ. ലാലാ ലജ്പത് റായ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്,
ബാലഗംഗാധർ തിലക്. ലാൽ എന്ന് പറഞ്ഞത് ആരാ? ലാലാ ലജ്പത് റായിലത്തെ ലാല്. ബാൽ എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകിലത്തെ ബാല്. പാൽ എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ ഇവര് 3 പേര് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നു, ലാൽ, ബാൽ, പാൽ. അങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂവ് ലാൽ, ബാൽ, പാൽ. ആരൊക്കെയാ ലാൽ, ബാൽ, പാൽ? ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്. ഓക്കെ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവര് 3 പേരായിരുന്നു ലാൽ, ബാൽ, പാൽ. ഇനി അതില് ബാലഗംഗാധര തിലകിന്റെ ഒന്ന് രണ്ട് പോയിന്റ് കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഐ ഷാൾ ഹാവ് ഇറ്റ്. ഫ്രീഡം ഇസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൾ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ഫ്രീഡം ഇസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൾ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. അപ്പൊ അത് ബാലഗംഗാധര തിലകിന്റെ അപ്പൊ അദ്ദേഹത്തിന് ഒരു പേരൊക്കെ ബ്രിട്ടീഷുകാർ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പേര്? ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ ആ പേര് പറയുന്നില്ല, മലയാളം ടെക്സ്റ്റിൽ ആ പേര് പറയുന്നുള്ളൂ. അസ്വസ്ഥതയുടെ പിതാവ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ ചില ബ്രിട്ടീഷുകാരൊക്കെ വിശ്വസിച്ചത്. ഫാദർ ഓഫ് ഇന്ത്യൻ റെസ്റ്റ്ലെസ്നെസ് എന്ന് വേണേൽ പറയാം. ഇംഗ്ലീഷ് ബുക്കിലായി ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനത് എഴുതിയിട്ടില്ല. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ടെക്സ്റ്റിലുള്ളവർ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇവിടെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി.